ഇന്ന് നമുക്ക് മാസങ്ങളോളം കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ പിക്കിളിൻ്റെ റെസിപ്പി കാണാം. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനു മുമ്പ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. അപ്പോൾ ഞാനിവിടെ ഒരു 400 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു അരിപ്പയിലിട്ടിട്ട് വെള്ളം തികച്ചും കളഞ്ഞതിന് ശേഷമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ വെള്ളമില്ലാതെ വേണം ഈ മസാലയൊക്കെ ഒന്ന് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാൻ. അതിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി, 3/4 ടീസ്പൂണ് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഈ ചിക്കനിലൊന്ന് പുരട്ടി വെക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് കൈവച്ച് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പം നല്ലെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്യാൻ ശ്രമിക്കണം. വെളിച്ചെണ്ണയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് അച്ചാർ കേടായി പോവും. അപ്പോൾ ഈ ഒരു നല്ലെണ്ണയിൽ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അച്ചാർ നമുക്ക് കേടാവാതെ കുറേ കാലം സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇതാ ചിക്കനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇട്ട് കൊടുത്ത് തിരിച്ചും മറിച്ച് വിട്ടിട്ട് നമുക്ക് ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ചിക്കൻ നല്ലോണം മൊരിഞ്ഞ് പോകരുത്. അപ്പോൾ പിന്നെ കുറച്ച് ചിക്കൻ്റെ പീസസൊക്കെ ഹാർഡായി കഴിഞ്ഞാൽ അത്രക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഈ ഒരു തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഈ ഒരു കളറാകുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ചിക്കൻ വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇത് കോരി മാറ്റാം. അപ്പോൾ ഇതാ നന്നായിട്ട് വെന്തിട്ടുമുണ്ട്, അതുപോലെ തന്നെ നല്ല കളറും വന്നിട്ടുണ്ട്. പക്ഷേ നല്ലോണം മൊരിഞ്ഞിട്ടില്ല. ഈ ഒരു പാകത്തിന് വേണം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതവിടെ മാറ്റി വെക്കുക. ഇനി നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, അപ്പോൾ ഞാനിവിടെ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണ തന്നെയാണ് എടുത്തിട്ടുള്ളത്. നല്ലെണ്ണയിൽ നിന്ന് കുറച്ച് എടുത്തിട്ടാണ് ഞാൻ ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടായ ശേഷം പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. അതായത് ഇത് കളർ മാറുന്നത് വരെയൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഈ എണ്ണയിൽ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 3/4 ടീസ്പൂണ് അച്ചാർ പൗഡർ കൂടി ചേർക്കുന്നുണ്ട്, പിക്കിൾ പൗഡർ. അപ്പം നിങ്ങൾ പിക്കിൾ പൗഡർ ഇല്ലെങ്കിൽ ഉലുവാപ്പൊടിയും കായപ്പൊടിയൊക്കെ കുറച്ച് അധികം ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ 1/4 ടീസ്പൂണേ ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഒരു നുള്ളു കായപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ അച്ചാർ പൊടി ഇടുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ അത് രണ്ടും കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഈ പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതാ എല്ലാം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് ഈ ഒരു പൊടികളൊക്കെ മിക്സ് ആവുന്ന രീതിയിൽ ഒന്ന് ഇളക്കി എല്ലാം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഇനി നമ്മൾ ഇതിൽ നേരത്തെ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല. മുന്നേ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഗ്രേവിക്ക് വേണ്ടുന്ന ഉപ്പ് ഇട്ടിട്ടില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. വിനാഗിരി ചേർക്കുമ്പോൾ അച്ചാറിന് നല്ലൊരു പുളി രസം ഉണ്ടാവും. അതുപോലെ തന്നെ അച്ചാർ കുറേ മാസങ്ങളോളം കേടാവാതെ ഇരിക്കുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് വിനീഗർ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് വിനാഗിരി എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് ഒഴിച്ചിട്ട് പിന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 1/2 കപ്പ് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു ചിക്കനൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യുക. നമുക്ക് ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ അച്ചാറാണ്
ഇത് നമുക്ക് എയർ കടക്കാത്ത ഒരു കുപ്പിയിലോ അല്ലെങ്കിൽ ഭരണിയിലോ ആക്കി കുറേ നാൾ സൂക്ഷിക്കാവുന്നതാണ്. ഈ ഒരു അച്ചാർ നമ്മൾ ഉണ്ടാക്കിയ ദിവസത്തേക്കാളും 2 ദിവസമൊക്കെ കഴിയുമ്പോഴാണ് ഈ ഒരു അച്ചാറിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് മനസ്സിലാവുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.